ഹായ് ഗൈസ്. സോ നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്ത നമ്മൾ ക്വറീസിൽ എന്ത് ചെയ്തേക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജേസൺ സെർവറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ജേസൺ സെർവർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് ക്യു എൽ ക്വറിയിൽ നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇതുവരെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഡാറ്റ. എന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റ മോഡിഫൈ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല. സോ ഈ സെഷനിൽ നമ്മൾ അതിനാണ് നമ്മൾ കുറച്ച് ചെക്ക് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളതൊക്കെ. സോ ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്ന ഡാറ്റയ്ക്ക് നമ്മൾ വിളിക്കുന്നൊരു പേരാണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. സോ മ്യൂട്ടേഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഡാറ്റ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മ്യൂട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് മ്യൂട്ടേഷനാണ്. മ്യൂട്ടേഷൻ ഒരു ഇൻട്രൊഡക്ഷനാണ്. സോ മ്യൂട്ടേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഈവൻ നമുക്ക് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് യൂസ് ചെയ്യാം. മ്യൂട്ടേഷൻസ് ഇത്തിരി ബിറ്റ് ചാലഞ്ചിങ് ആണ് ഗ്രാഫ് ക്യു എല്ലിൽ വർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഞാനത് പ്രോസസ്സ് വാക്ക് ത്രൂ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. നമുക്ക് ചെക്ക് ചെയ്യാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതും മ്യൂട്ടേഷൻസ്. ബട്ട് ലേറ്റർ ഓൺ നമ്മൾ അധികം ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഈസിയായി മാറും മ്യൂട്ടേഷൻസ് ഒക്കെ. ഓക്കെ, സോ ഫസ്റ്റ് എനിക്ക് നിങ്ങളൊന്ന് ഉറപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ജേസൺ സെർവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യാനായിട്ട് ഈ റെസ്റ്റ്ഫുൾ റൗട്ടിംഗ് വഴി ഓട്ടോമാറ്റിക്കലി ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് API അവർ തരുന്നുണ്ട്. നമ്മൾ API യൂസ് ചെയ്താൽ മതി. സോ അതേപോലെ തന്നെയാണ് നമുക്കിനി എന്താ എഡിറ്റ് ചെയ്യാനും ഈ ഇത് ഹെൽപ്ഫുള്ളാണ് നമുക്കും. സോ നമ്മളൊരു API ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇൻബിൽട്ട് API ഉണ്ട് അവരുടെ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവും, സെറ്റപ്പ് ചെയ്തിട്ടുള്ള ജേസൺ സെർവർ. സോ അതിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ട് API ഉണ്ട് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ആയിട്ട്. ഓക്കെ, സോ നമുക്കിപ്പോൾ നമ്മുടെ db.json ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും db.jsonൽ നമ്മൾ എഴുതിയ 2 കളക്ഷൻസാണ്, ഒന്ന് യൂസേഴ്സിനും പിന്നെ ഒന്ന് കമ്പനീസിനും. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ റെസ്റ്റ്ഫുൾ കൺവെൻഷൻ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, നമുക്കൊരു പെർട്ടിക്കുലർ ഡാറ്റ ഒരു കമ്പനിയും കൂടി, ഇപ്പോൾ ആപ്പിൾ ഗൂഗിൾ എന്നില്ല, ഇനി ഫേസ്ബുക്കോ അങ്ങനെ ഒരു കമ്പനിയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ നമ്മുടെ ഈ കമ്പനീസ് കളക്ഷൻ ഓഫ് റെക്കോർഡിൽ. ഓക്കെ, സോ ആ ഒരു റെസ്റ്റ്ഫുൾ റൗട്ടിങ് അവർ തരുന്നുണ്ട് ഓൾറെഡി. ജേസൺ സെർവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആ URL. നമുക്ക് ആ URL വിളിച്ചിട്ട് ഡാറ്റ പാസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ യൂസേഴ്സും എനിക്ക് പെർട്ടിക്കുലർ വേറെ യൂസറിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിബിളാണ് യൂസേഴ്സ് വഴി. സോ അത് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും ജേസൺ സെർവറിൽ. ആ ഒരു ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവർ, നമ്മളത് ജസ്റ്റ് വിളിച്ചാൽ മതി, API വിളിച്ചാൽ മതി. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ എനിക്കൊരു യൂസർ 49 ഡിലീറ്റ് ചെയ്യണമെങ്കിൽ /user/49 എന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ജേസൺ സെർവറിനെ വെച്ച് സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് നമ്മൾ വെറി ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഗ്രാഫ് ക്യു എല്ലിനാണല്ലോ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ഈ കോഴ്സിൽ. സോ നമ്മൾ ഗ്രാഫ് ക്യു എല്ലായിരിക്കും നോക്കുന്നുണ്ടാവുക. സോ ലേറ്റർ നമ്മളെന്ന് വെച്ചാൽ ഈ ജേസൺ സെർവർ ഉണ്ടല്ലോ ബാക്ക് എൻഡ് നമ്മളിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, ഇതൊരു എന്താ പറയുക സെറ്റപ്പാണ് നമ്മൾ ചെയ്ത് വെച്ചിരുന്നത്. ഇത് നമ്മൾ ഡാറ്റാബേസാക്കി മാറ്റും ലേറ്റർ ഓൺ. സോ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇൻബിൽട്ട് APIs ആണ്, ഇവർ ഇൻബിൽട്ട് APIs നമ്മൾ യൂസ് ചെയ്തിട്ട്, കാരണം നമ്മൾ ഒരു API യൂസ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഡാറ്റാബേസിലേക്കായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അത് ലേറ്റർ ഓൺ ഞാൻ വരുന്ന കോഴ്സിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും, ഡാറ്റാബേസ് ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, സോ നമുക്ക് ഇനി മ്യൂട്ടേഷൻസ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്ന് നോക്കാം. സോ അതിന് മുമ്പ് എനിക്കൊരു ഡീറ്റെയിൽ ഒരു ഡയഗ്രാം കാണിച്ചു തരണം മ്യൂട്ടേഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യാം. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും ഗ്രാഫ് ക്യു എൽ സ്കീമ ഇപ്പോൾ കൺസിസ്റ്റ് ഓഫ് എന്താ പറയുക, മുമ്പ് എങ്ങനെയാ വെച്ചാൽ സിംഗിൾ റൂട്ട് ക്വറി ആയിരുന്നു. ഈ റൂട്ട് ക്വറിയിൽ നിന്ന് എന്താ പറയുക അത് ആക്സസ് ചെയ്തത് യൂസർ ടൈപ്പും കമ്പനി ടൈപ്പും. സോ ഗ്രാഫ് ക്യു എൽ നേരെ റൂട്ട് ക്വറിയിലേക്ക് കൺട്രോൾ പോയിട്ട് റൂട്ട് ക്വറിയിൽ നിന്ന് യൂസർ ടൈപ്പ് ആക്സസ് ചെയ്യാനും പറ്റും, കമ്പനി ടൈപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതേപോലെ തന്നെയാണ് നമ്മൾ മ്യൂട്ടേഷനും സെറ്റ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, സോ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ ടൈപ്പ് അതെന്താ വെച്ചാൽ അതിൽ കുറച്ച് ഫീൽഡ്സ് ആഡ് ചെയ്യും നമ്മൾ ഈ മ്യൂട്ടേഷൻ ടൈപ്പിൽ. സോ നമുക്ക് മ്യൂട്ടേഷൻ ടൈപ്പ് ഉണ്ട്. മ്യൂട്ടേഷൻ ടൈപ്പിൽ നമ്മൾ കുറച്ച് ഫീൽഡ്സ് ആഡ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ പറയും പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാൻ പറയും. ഓക്കെ, എന്തിന് നമ്മുടെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഉണ്ടല്ലോ. നമ്മുടെ കേസിലാണെങ്കിൽ യൂസേഴ്സും കമ്പനീസും, ഇവിടെ യൂസേഴ്സും കമ്പനീസും നമ്മുടെ കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. സോ ഈ യൂസേഴ്സും കമ്പനീസിലും വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്താനുണ്ട്, ഡാറ്റ മാനിപ്പുലേറ്റ് വേണ്ടി എന്തെങ്കിലും ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂട്ടേഷൻസ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് നമ്മുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഡ് യൂസറാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്കൊരു യൂസറിനെ ആഡ് ചെയ്യാം നമ്മുടെ യൂസേഴ്സ് കളക്ഷനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് അടുത്ത മ്യൂട്ടേഷൻ എന്താ, ഡിലീറ്റ് യൂസറാണ്. സോ അതൊരു ഓപ്പറേഷനാണ്, എന്ത് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡാറ്റ മാനിപ്പുലേഷൻസ് ബേസിക്കലി എന്താ പറയുക യൂസർ ടൈപ്പ് കമ്പനി ടൈപ്പായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, സോ നമ്മൾ സ്കീമ ഫയൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചു
നമുക്ക് എന്താ പറയുക, ഇവിടെ സ്കീമ ഫയൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ റൂട്ട് ക്വറി ഉണ്ട്, കമ്പനി ടൈപ്പ് ഉണ്ട്, അതേപോലെ തന്നെ യൂസർ ടൈപ്പ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ കോഡൊന്നും ടച്ച് ചെയ്യാൻ പോകുന്നില്ല. ഇതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പുതിയ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ. ഓക്കെ, സോ നമുക്കത് കോഡ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. ലൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം കോഡിങ് എങ്ങനെയാണെന്നുള്ളത്. സോ ഞാനെന്ന് വെച്ചാൽ ഞാൻ താഴത്തേക്ക് പോയിട്ട് ഇവിടെ മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് ഉണ്ടാവും. സോ അതിന് മുമ്പ് ഞാനിവിടെ എന്ന് വെച്ചാൽ ഞാനിവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ റൂട്ട് മ്യൂട്ടേഷൻ. സോ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് കോൺസ്റ്റ് മ്യൂട്ടേഷൻ ഈക്വൽ ടു ന്യൂ GraphQL ഒബ്ജക്റ്റ് ടൈപ്പ്. ഓക്കെ, എന്നിട്ട് ഞാൻ പേര് കൊടുക്കുന്നത്, നെയിം ചോദിക്കുന്നത്, അതിന് പേര് കൊടുക്കണം. പേര് ഞാൻ എന്താ വെച്ചാൽ മ്യൂട്ടേഷൻ എന്നാണ് കൊടുക്കുന്നത്. സോ നമ്മളിവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പുതിയ മ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ നമ്മൾ പേര് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു. ഇനി എന്താ വെച്ചാൽ നമ്മൾ ഫീൽഡ്സ് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഫീൽഡ്സ് എഴുതി. ഓക്കെ, നമുക്കിനി ഫീൽഡ്സ് കൊടുക്കണം. സോ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ മുമ്പ് എഴുതിയ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല മ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, സോ അവിടെ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് എന്താ വെച്ചാൽ നമ്മൾ റിസോൾവ് ഫംഗ്ഷനായിരിക്കും കൂടുതൽ ഡിഫറൻസ് ഉണ്ടാവുക മ്യൂട്ടേഷൻ്റെ കേസിൽ. ഓക്കെ, ബാക്കി ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഫീൽഡ്സ് ഒബ്ജക്റ്റ് ഉണ്ട്. സോ ഫീൽഡ്സ് ഒബ്ജക്റ്റിൽ നമ്മുടെ കേസിലെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പറേഷനാണ് മെൻഷൻ ചെയ്യുന്നത്. മ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ഓപ്പറേഷനാണെന്ന് വെച്ചാൽ അതാണ് മെൻഷൻ ചെയ്യുക. സോ ഫസ്റ്റ് മ്യൂട്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം ഒരു യൂസറിന്. നമ്മുടെ കളക്ഷൻ ഓഫ് യൂസേഴ്സ്, ഇവിടെ നമുക്ക് 3 യൂസേഴ്സില്ലേ, ഈ യൂസേഴ്സിൽ എങ്ങനെ ഒരു പുതിയ യൂസറിനും കൂടി ആഡ് ചെയ്യാം എന്നാണ് നമുക്ക്. സോ അതിൻ്റെ ഓപ്പറേഷനാണ് നമ്മൾ മെൻഷൻ ചെയ്യുക ഇവിടെ. ഓക്കെ, സോ ഫീൽഡ്സിൽ ഞാൻ വെച്ചാൽ ഞാൻ ഓപ്പറേഷൻ മെൻഷൻ ചെയ്യണം. ആഡ് യൂസർ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തു. എന്നിട്ട് ആഡ് യൂസറിൽ ഞാൻ ടൈപ്പ് ആക്സ് റിസോൾവ്. ഓക്കെ, നമുക്ക് ഈ 3 പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇതിൽ ടൈപ്പ്, ആക്സ്, റിസോൾവ് ഉണ്ട്. ഇതിൽ ടൈപ്പ് ഒരു ഇത്തിരി ചാലഞ്ചിങ് ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ടൈപ്പ് എന്തിനാണ് റെഫർ ചെയ്യുക വെച്ചാൽ നമ്മുടെ റിസോൾവ് ഫംഗ്ഷൻ ഇല്ലേ, അവിടെ നിന്ന് വാല്യൂ എന്ത് റിട്ടേൺ ആവുന്നു അതിൻ്റെ ടൈപ്പാണ് ചെക്ക് ചെയ്യുന്നത്. സോ സംടൈംസ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മ്യൂട്ടേഷനിൽ കളക്ഷൻ ഓഫ് ഡാറ്റ ഇല്ലേ, ആ ടൈപ്പും നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട വാല്യൂം, റിസോൾവ് റിട്ടേൺ ചെയ്യേണ്ട വാല്യൂം ഒരേ ടൈപ്പ് ആവണമെന്നില്ല, അത് ഡിഫറെൻ്റ് ആയിരിക്കാം. സോ അത് നമ്മൾ ലേറ്റർ എക്സാമ്പിൾസ് നമ്മൾ കുറച്ചും കൂടി കാണും ആക്ച്വലി ഇത് ടൈപ്പ് ഉള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസർ ടൈപ്പ് തന്നെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ടൈപ്പിനെ വെച്ച് നിങ്ങളിപ്പോൾ വെറി ചെയ്യേണ്ട, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും ലൈക്ക് അപ്കമിങ് വീഡിയോസിൽ. സോ കറൻ്റ്ലി നിങ്ങൾ ആലോചിക്കുക, ഈ ടൈപ്പ് ബേസിക്കലി എന്തിനാണെന്ന് വെച്ചാൽ ഈ നമുക്ക് കളക്ഷൻ ഓഫ് ഡാറ്റയുടെ നമ്മൾ എന്തിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ടൈപ്പും നമുക്ക് റിസോൾവ് ചെയ്യുന്ന റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ ടൈപ്പും സെയിം ആവണമെന്നില്ല. അതുകൊണ്ടാണ് ലൈക്ക് നമുക്ക് ഇതാക്കി ചെയ്യാൻ പറ്റാത്തത്, ലൈക്ക് ഗസ് ചെയ്യാൻ പറ്റാത്തത്. സോ കറൻ്റ്ലി ഞാനിവിടെ യൂസർ ടൈപ്പ് എന്ന് തന്നെ കൊടുക്കുകയാണ്. സോ ഇത് ടൈപ്പിൽ നിങ്ങൾ കുറച്ചും കൂടി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി അടുത്ത വീഡിയോസിലൊക്കെ പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി ഇത് ഇൻഡെപ്തായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, ഈ ടൈപ്പിൻ്റെ. ഇനി അടുത്തത് നമ്മൾ എന്താണെന്ന് നോക്കാൻ പോകണമെന്ന് വെച്ചാൽ ആക്സ് ആണ്. ഓക്കെ, സോ ആക്സ് ആക്ച്വലി സെയിം ഫംഗ്ഷനാലിറ്റിയാണ് നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ. അത് സം ആർഗ്യുമെൻറ്റ്സ് എന്തിനു ചെയ്യുന്നത് വെച്ചാൽ റിസോൾവ് ഫംഗ്ഷനിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്സ് യൂസ് ചെയ്യുന്നത്. റിസോൾവ് ഫംഗ്ഷനിൽ പാസ് ചെയ്യുന്ന എന്തൊക്കെ ഡാറ്റ ഉണ്ട് അതൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള യൂസറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡാറ്റ വേണം നമുക്ക്? ഫസ്റ്റ് നെയിം, ഏജ്, കമ്പനി ID. ഓക്കെ, ഞാനിപ്പോൾ മെൻഷൻ ചെയ്യണതാണ് ആക്സ്. ഫസ്റ്റ് നെയിം, type GraphQL string ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ്? ഫസ്റ്റ് നെയിം, ഏജ്, ഇവിടെ കമ്പനി ID. ഇൻറ്റ് ഇവിടെ സ്ട്രിങ് തന്നെ.
ഓക്കെ, നമ്മൾ ഐ ഡി മെൻഷൻ ചെയ്യുന്നില്ല, അത് ഞാൻ ലേറ്റർ ഓൺ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഐ ഡി കൊടുക്കാത്തത് എന്നുള്ളത്. നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇനി അടുത്ത് നമ്മൾ എന്താ വെച്ചാൽ റിസോൾവ് ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. അടുത്ത സെക്ഷനിൽ നമ്മൾ റിസോൾവ് ഫംഗ്ഷൻ എഴുതിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. സോ ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബ്രേക്ക് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ റിസോൾവ് ഫംഗ്ഷനിൽ എങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം അടുത്ത സെക്ഷനിൽ. സോ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ കമൻറ്റ്സ് മെൻഷൻ ചെയ്യുക. സോ ഞാൻ അടുത്ത വീഡിയോ വെച്ച് നിർത്തുന്നു. താങ്ക്സ് ലോട്ട്, ബൈ.